നടി ആക്രമിക്കപ്പെട്ട കേസിൽ ജഡ്ജി ഹണി എം വർഗീസിനെതിരെ അതിജീവിത. ഹണി എം വർഗീസിന് സ്ഥാനക്കയറ്റം നൽകരുതെന്ന് ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും നിവേദനം നൽകി. മെമ്മറി കാർഡിലെ നിയമവിരുദ്ധ പരിശോധനയിൽ ജഡ്ജി ഭാഗമാണെന്നും അതിജീവിതയുടെ പരാതി. ഹണി എം വർഗീസിന് സ്ഥാനക്കയറ്റം നൽകാൻ ഹൈക്കോടതി ശുപാർശ ചെയ്ത സാഹചര്യത്തിലാണ് നിവേദനം. KM ഷപ്ന നമുക്കിപ്പം വിവരങ്ങളുമായി ചേർന്നു. ഷപ്ന, ഈ പറഞ്ഞതുപോലെ തന്നെ ഹണി എം വർഗീസിനെ ഹൈക്കോടതി ജഡ്ജിയാക്കാൻ കൊളീജിയം ശുപാർശ ചെയ്തിരുന്നു. പിന്നാലെ അതിജീവിതയുടെ പരാതിയും വരികയാണ്. ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് തനിക്ക് നീതി ലഭിച്ചില്ല എന്നതാണ് പ്രധാനമായും അതിജീവിത ഉന്നയിക്കുന്നത്. ഈ കേസിൽ വിധി പറഞ്ഞ ജഡ്ജിനെ ഹൈക്കോടതി ശുപാർശ ചെയ്തിരിക്കുകയാണ് ഹൈക്കോടതി ജഡ്ജിയാക്കാൻ. സെഷൻസ് ജഡ്ജിയായി സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ് ഹൈക്കോടതിയിലേക്ക്. അത്തരത്തിൽ ശുപാർശ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് അതിജീവിത ഇപ്പോൾ രാഷ്ട്രപതിക്കും അതോടൊപ്പം തന്നെ സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്കും നിവേദനം നൽകിയിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചു. അതിന്റെ ഭാഗമാണ് ഈ ജഡ്ജ് എന്നാണ് പരാതിയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും നിയമമന്ത്രിക്കും ഉൾപ്പെടെ ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. തനിക്ക് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല എന്നതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പീഡന ദൃശ്യങ്ങൾ ചോർന്നതായി ആശങ്കയുണ്ട്. അത്തരത്തിൽ ആശങ്ക തനിക്ക് ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ കേസിൽ ദിലീപ് അടക്കമുള്ള ആളുകളെ വെറുതെ വിട്ടുകൊണ്ടാണ് കോടതി ഉത്തരവിട്ടത്. തനിക്ക് ഈ കേസിൽ നീതി ലഭിക്കില്ല എന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ ഇത്തരം ഒരു നിവേദനം നൽകിയിട്ടുള്ളത്. ശരി, KM ഷപ്നയാണ് വിവരങ്ങൾ നൽകിയത് ലീഗൽ ഡെസ്കിൽ നിന്ന്.